ഇന്നത്തെ റെസിപ്പി കൂന്തൽ നിറച്ചതാണ്. തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് അതിലോട്ടുള്ള ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം അല്പം വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു സവാള അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. അല്പം പെരിഞ്ചീരകം ചതച്ചത് കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി അല്പം കൂന്തലിൻ്റെ കഷ്ണങ്ങൾ കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി വാടിയതിന് ശേഷം നമുക്ക് അല്പം നാളികേരം ചിരകിയത് കൂടെ ചേർത്ത് കൊടുക്കണം. ഇതൊരു സൈഡിലോട്ട് മാറ്റി വെച്ച് ഒരു കോഴിമുട്ട ഉടച്ചത് കൂടെ ഇതിലോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന കൂന്തലിലോട്ട് ഈ ഫില്ലിംഗ് ഒക്കെ ഒന്ന് നിറച്ചു കൊടുക്കണം. ഓരോ കൂന്തലിലായിട്ടെടുത്ത് ഞാനിതിലോട്ട് ഫില്ലിംഗ് ഒക്കെ നന്നായിട്ട് നിറയ്ക്കുന്നുണ്ട്. ഓവറായിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോകും. അപ്പോൾ നമുക്കിതൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്യാം. ശേഷം നമുക്കിത് ആവിയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം. കൂന്തൽ വെന്തതിന് ശേഷം നമുക്ക് അതിലോട്ടുള്ള മസാല തയ്യാറാക്കാം. അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ള കൂന്തൽ നമുക്ക് ഇതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് മസാലയൊക്കെ ഒന്ന് പുരട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ കൂന്തൽ നിറച്ചത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്